നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിനെ എത്രത്തോളം കാലം കഴിഞ്ഞാലും ജനങ്ങൾ മറക്കാൻ പോകുന്നില്ല. ഏതായാലും അദ്ദേഹമില്ലാത്ത ഒരു തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതിൻ്റെ ഒരു കുറവ് കോൺഗ്രസിനെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഘടനാ മികവും ആൾക്കാരെ ഒപ്പം നിർത്തിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് തീരാ നഷ്ടം തന്നെയാണ്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു കുറവ് നികത്തുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം ഒന്നടങ്കം ഈ ഒരു പ്രചാരണത്തിന് ഇറങ്ങാൻ പോവുകയാണ്. മക്കളായ അച്ചൂമ്മനും ചാണ്ടിയുമ്മനും മാത്രമല്ല, ഉമ്മൻചാണ്ടിയുടെ കുടുംബം മുഴുവൻ കേരളത്തിൻ്റെ UDFിൻ്റെ പ്രചാരണത്തിനെത്തും. ചാണ്ടിയുമ്മന് പുറമെ ഉമ്മൻചാണ്ടിയുടെ മറിയാമ്മ ഉമ്മനും മക്കളായ റിയ ഉമ്മനും അച്ചൂമ്മനും പ്രചാരണത്തിനിറങ്ങും. കോൺഗ്രസിൻ്റെ എല്ലാ കുടുംബാംഗങ്ങളും പ്രചാരണത്തിനിറങ്ങണമെന്നും ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയാണ് കുടുംബാംഗങ്ങൾ എല്ലാവരും പ്രചാരണത്തിനിറങ്ങുമെന്ന് അറിയിച്ചത്. ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യ പൊതു തെരഞ്ഞെടുപ്പാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അവസാന നാളുകളിൽ പോലും ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രയത്നിച്ച അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല എന്നറിയാം. ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഇത്തവണ ഈ വർഗീയ ഏകാധിപത്യ ശക്തികൾ അധികാരത്തിൽ വന്നാൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് ഭയപ്പെടേണ്ട സാഹചര്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വർഗീയ കോർപ്പറേറ്റ് ഭരണത്തിനെതിരെയും കേരളത്തിലെ ജനദ്രോഹ ഭരണത്തിനെതിരെയും ഒരുമിക്കേണ്ട കാലമാണിത്. ആ ഉത്തരവാദിത്തം എല്ലാ കുടുംബങ്ങളും, പ്രത്യേകിച്ച് കോൺഗ്രസ് കുടുംബങ്ങളും ഏറ്റെടുക്കണം. ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ മകൻ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ MLA നിലവിൽ പ്രവർത്തന രംഗത്തുണ്ട്. വരും ദിവസങ്ങളിൽ എത്താൻ കഴിയാവുന്ന എല്ലാ ഭവനങ്ങളിലും അദ്ദേഹം എത്തിച്ചേരും. അതോടൊപ്പം ജീവിതത്തിൽ ആദ്യമായി ഞാനും അനാരോഗ്യം വകവയ്ക്കാതെ പ്രചാരണത്തിനായി ഇറങ്ങുകയാണ്. മക്കൾ മറിയ ഉമ്മനും അച്ചൂമ്മനും പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായി ഉണ്ടാകും. അതൊന്നും ഉമ്മൻചാണ്ടിക്ക് പകരമാവില്ല എന്നറിയാം. ഈ രാജ്യത്തെ മതേതരത്വവും ജനാധിപത്യവും നമ്മുടെ ഭരണഘടനയും സംരക്ഷിക്കുന്നതിനായി രാഹുൽ ഗാന്ധിയോടൊപ്പവും നിങ്ങൾ ഓരോരുത്തരുടെ ഒപ്പവും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമെന്ന് അറിയിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. നിരവധി ആളുകളാണ് പോസ്റ്റിന് നിമിഷ നേരം കൊണ്ട് കമന്റുമായി രംഗത്ത് വരുന്നത്. നിരവധി ആളുകളാണ് നിമിഷ നേരം കൊണ്ട് പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ഉമ്മൻചാണ്ടി അന്തരിച്ചത്. ബംഗളൂരിൽ ചികിത്സയിൽ ഇരിക്കെയാണ് അന്ത്യം. ക്യാൻസർ ബാധിതനായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയെ തുടർന്ന് AK ആന്റണി രാജിവെച്ചതിനെ തുടർന്നാണ് ഉമ്മൻചാണ്ടി 2004 മുഖ്യമന്ത്രിയാകുന്നത്. അതിനുശേഷം ജനങ്ങളോട് ഏറ്റവും ഇടപഴകി വളരെ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹം എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തിന് തിരിച്ച് നൽകിയതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയിലടക്കം നിരവധി ആളുകളാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആ വാഹനത്തിൽ ചുറ്റും തടിച്ചുകൂടിയത്. അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിനൊന്ന് തൊടുവാൻ വേണ്ടിയിട്ട് എത്രത്തോളം മഴയും വെയിലും ഒന്ന് വകവയ്ക്കാതെ കൊച്ചുകുട്ടികളടക്കം എത്രത്തോളം ആളുകളാണ് അദ്ദേഹത്തെ കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ കാത്തു നിന്നത് എന്നുള്ള കാഴ്ച ഒരുപക്ഷെ കേരളം കണ്ടിട്ടുള്ളതാണ്. ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വളരെ അത്ഭുതവും ഞെട്ടിക്കുന്നതുമായിരുന്നു ആ ഒരു കാഴ്ച. അതിൽ നിന്ന് തന്നെ മനസ്സിലാകും അദ്ദേഹം ആരായിരുന്നു ജനങ്ങൾക്ക്, അദ്ദേഹം എന്തായിരുന്നു ജനങ്ങൾക്ക് നൽകിയതെന്ന്. ഏതായാലും ഇപ്പോൾ അദ്ദേഹമില്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആ ഒരു കുറവ് നികത്തുവാനായിട്ട് അദ്ദേഹം ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബം ഒന്നടങ്കമാണ് പ്രചാരണത്തിനായിട്ട് ഇറങ്ങാൻ പോകുന്നത്.